108 പരം ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രമാണ് ചെറുവള്ളി ക്ഷേത്രം. ലോകത്തൊരിടത്തും തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഷ്ഠയാണ് ജഡ്ജിയമ്മാവൻ എന്ന പ്രതിഷ്ഠ. കോടതി വ്യവഹാരങ്ങളിൽ പെട്ട് ഉഴലുന്ന ആളുകൾക്ക് ഒരു ആശ്രയ കേന്ദ്രമായി തന്നെ ജഡ്ജിയമ്മാവനെ നമുക്ക് കാണുവാൻ സാധിക്കും. വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഒരു ക്ഷേത്രത്തിലും ദർശിക്കത്തില്ലാത്ത രീതിയിലുള്ള ദാരുശില്പങ്ങളും കുത്തുപണികളും നിറഞ്ഞ ഒരു ക്ഷേത്രം തന്നെയാണ്. ഏതാണ്ട് 1500 പരം വർഷങ്ങളുടെ പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ പാട്ടമ്പലത്തിന് വളരെയധികം പ്രത്യേകത ഉള്ള ഒരു പാട്ടമ്പലമാണ്. ആ വില്ല് നാഗവളിയും ഒറ്റത്തടിയിൽ തീർത്ത ഒരു കാര്യം. അത് എങ്ങനെ ഇതിനുള്ളിൽ പൊഴിച്ച് കയറ്റിയിട്ടു എന്നുള്ളത് ആർക്കും തന്നെ ഇതുവരെ പഠിക്കാൻ സാധിച്ചിട്ടില്ല. പാട്ടമ്പലത്തിനുള്ളിൽ ആദിവാസി സ്ത്രീയുടെ ഒരു രൂപം കൊത്തിവെച്ച ഒരു കല്ല് ഉൾപ്പെടെ അതിനുള്ളുണ്ട്. നമസ്കാരം. കേരളത്തിലെ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ചെറുവള്ളി ശ്രീദേവി ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ചെറുവള്ളിയിലാണ് ക്ഷേത്രമുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം. ഒട്ടേറെ സവിശേഷതകളും പ്രത്യേകതകളുമുള്ളതാണ് ചെറുവള്ളി ദേവീക്ഷേത്രം. 108 ചെറുവള്ളിക്കാവ് ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനം കൂടിയാണ് ചെറുവള്ളി ശ്രീദേവി ക്ഷേത്രം. ഇവിടുത്തെ വഴിപാടുകൾക്കും ചടങ്ങുകൾക്കുമൊക്കെ ഒട്ടേറെ പ്രത്യേകതകളാണുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൽ ആദ്യമായി നമ്മൾ കാണുന്നത് പാട്ടമ്പലമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷതകളെപ്പറ്റി, പ്രത്യേകതരമായ ആചാരങ്ങളെപ്പറ്റിയൊക്കെ ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതി പ്രസിഡൻ്റായ അഭിലാഷ് നമ്മളോട് പങ്കുവയ്ക്കും. നമസ്കാരം. ഇത് പാട്ടമ്പലം ചെറുവള്ളി ശ്രീദേവി ക്ഷേത്രത്തിൻ്റെ പ്രധാനമായിട്ട് ഉള്ള കളമെഴുത്തും പാട്ട് നടക്കുന്ന സ്ഥലം. മണ്ഡലകാലത്ത് 41 ദിവസവും ഉത്സവ സമയങ്ങളിൽ 9 ദിവസവും നടക്കുന്ന വഴിപാട് നടക്കുന്ന കളമെഴുത്തും പാട്ടും അതിപ്രധാനമാണ്. ആ കളമെഴുത്തും പാട്ടും അത് നടക്കുന്ന സ്ഥലമാണ് പാട്ടമ്പലം. ദേവി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് കർത്തമഞ്ഞാടി എന്ന സ്ഥലത്ത്. അവിടെ മലവേടര ആയിട്ടുള്ള ആളുകൾ വള്ളിക്കിഴങ്ങ് തേടിപ്പോയ സമയത്ത് കിഴങ്ങ് മാന്തി എടുക്കുന്ന സമയത്ത് രക്തം കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്നാണ് ദേവി ഒരാളുടെ കുടയിൽ ഏറി നമ്മുടെ കുളത്തിങ്കൽ കരയിൽ വരികയും ആ ക്ഷേത്രക്കുളത്തിന് അതിയായ പ്രാധാന്യമുണ്ട്. ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രക്കുളം കൂടിയാണ്. അതിനുശേഷം ദേവിയെ ഈ പാട്ടമ്പലത്തിൽ ഇവിടെ പ്രതിഷ്ഠിക്കുകയും പിന്നീട് ക്ഷേത്രം പണിത് ദേവിയെ ഇപ്പോൾ യഥാസ്ഥാനത്തേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പാട്ടമ്പലത്തിന് വളരെയധികം പ്രത്യേകത ഉള്ള ഒരു പാട്ടമ്പലമാണ്. ഇവിടെ നമുക്ക് കാണാം നാഗവള വില്ല്. ആ വില്ല് നാഗവളയും ഒറ്റത്തടിയിൽ തീർത്ത ഒരു കാര്യം. അത് എങ്ങനെ ഇതിനുള്ളിൽ പൊഴിച്ച് കയറ്റിയിട്ടു എന്നുള്ളത് അത് ആർക്കും തന്നെ ഇതുവരെ പഠിക്കാൻ സാധിച്ചിട്ടില്ല. പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെ കയറ്റിയെന്നുള്ളത് അത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതാണ് നാഗവള. അതുപോലെ തന്നെ അമ്പും വില്ലും. ആശാരിപ്പണി ചെയ്യുന്ന ആളുകൾക്ക് പല രീതിയിൽ വന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇതിൻ്റെ സവിശേഷതകൾ. ഒരു ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ജോയിൻ്റ് പോലും ഇല്ലാതെ ഈ നാഗവള കയറ്റിയിട്ടിരിക്കുന്നത് വളരെ സവിശേഷമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അമ്പും വില്ലും, അമ്പ് ഈ സൈഡിലും ഉണ്ട്, കാണുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഇതിനുള്ളിൽ പാട്ടമ്പലത്തിനുള്ളിൽ ആദിവാസി സ്ത്രീയുടെ ഒരു രൂപം കൊത്തിവെച്ച ഒരു കല്ല് ഉൾപ്പെടെ അതിനുള്ളുണ്ട്. 108 പരം ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രമാണ് ചെറുവള്ളി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ അയ്യപ്പൻ, മഹാവിഷ്ണു, ദുർഗാദേവി, മുരുകൻ, ശിവനും പാർവതിയും, കൊടുങ്കാളി, യക്ഷിയമ്മ, രക്ഷസ്, നാഗദൈവങ്ങൾ എല്ലാ ഉപദേവാലയങ്ങളിലും ദിനം പ്രതി പൂജകൾ നടന്നു വരുന്നു. അതുപോലെ തന്നെ ലോകത്തൊരിടത്തും തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഷ്ഠയാണ് ജഡ്ജിയമ്മാവൻ എന്ന പ്രതിഷ്ഠ. പല ദേശത്തു നിന്നും നാനാ ദിക്കുകളിൽ നിന്നും ഭക്തരെ എത്തി വഴിപാട് നടത്തി പോരുന്ന ഒരു സ്ഥലമാണ്. കോടതി വ്യവഹാരങ്ങളിൽ പെട്ട് ഉഴലുന്ന ആളുകൾക്ക് ഒരു ആശ്രയ കേന്ദ്രമായി തന്നെ ജഡ്ജിയമ്മാവനെ നമുക്ക്
കാണുവാൻ സാധിക്കും. അടവഴിപാടാണ് അവിടുത്തെ പ്രധാന വഴിപാട്. രാത്രി 8 മണിക്ക് ശേഷമാണ് ഈ ക്ഷേത്രനട തുറക്കുകയുള്ളൂ. ഉപദേവാലയങ്ങളെ മുഴുവൻ ക്ഷേത്രങ്ങളും ദേവിയുടെ നടയും അടച്ചതിന് ശേഷം മാത്രമേ ജഡ്ജിയമ്മാവിൻ്റെ നട തുറക്കുകയുള്ളൂ. ദേവിക്കാണ് പ്രധാനം. ദേവിക്ക് ചെയ്യേണ്ട വഴിപാടുകൾ യഥാവിധി ചെയ്തതിന് ശേഷം വേണം ജഡ്ജിയമ്മാന് വഴിപാട് നടത്താൻ. ആ വഴിപാട് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഫലപ്രാപ്തി എത്തിച്ചേരുകയുള്ളൂ. അത് 100 കണക്കിന് ആളുകൾ നമ്മുടെ മുൻപിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരങ്ങൾ, വ്യവസായികൾ, 100 കണക്കിന് പ്രമുഖരായ ആളുകൾ വന്ന് അവരുടെ അനുഭവം നമുക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവർക്കൊക്കെ അനുകൂലമായ വിധി 100 കണക്കിന്. അതായത് ഈ വന്ന് പ്രാർത്ഥിച്ച് പോയി ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞിരുന്ന കേസുകൾ പോലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, ഒരു കാര്യം ശ്രദ്ധിച്ചോണം, തൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ മാത്രമാണ് ജയം ഉള്ളൂ. എന്നിട്ട് കള്ളങ്ങളും കൊലപാതകങ്ങളും ചെയ്തിട്ട് വന്നതിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നീതി കിട്ടില്ല. നീതിമാനായ ഒരു ന്യായാധിപൻ ആയിരുന്നു ജഡ്ജിയമ്മാവൻ. പ്രതിഷ്ഠ എന്താണ് അവിടെ ജഡ്ജിയമ്മാവിൻ്റെ? എങ്ങനെയാണ് ജഡ്ജിയമ്മാവിൻ്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു പീഠം മാത്രമേ ഉള്ളൂ. അതായത് വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഇതിൻ്റെ നിർമ്മിതികൾക്കാണ് ഏറെ പ്രാധാന്യം. നമ്മളിപ്പോൾ പാട്ടമ്പലത്തിലെ കുത്തുപണികളും കാര്യങ്ങളും കണ്ടു. അതുപോലെ തന്നെ ഇതുകൊണ്ടോ ഒറ്റ കല്ലിൽ തീർത്ത കൽവിളക്കുകളാണ്. വളരെ അപൂർവമായി ക്ഷേത്രങ്ങളിൽ കാണുന്ന കൽവിളക്കുകളാണ്. ഒന്ന് ചെറക്കട് ക്ഷേത്രത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇന്ന് ചെറുവള്ളി ക്ഷേത്രങ്ങളിൽ നമുക്ക് കണ്ടോ ഇതുപോലെ കുഴികളിൽ കല്ലിൽ തീർത്ത വിളക്കുകളാണ് ഇതെല്ലാം. അവിടെ എണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനം. അതുപോലെ തന്നെ ഇവിടുത്തെ നിർമ്മിതികളെല്ലാം തന്നെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. ഒരു ക്ഷേത്രത്തിലും ദർശിക്കത്തില്ലാത്ത രീതിയിലുള്ള അതിപുരാതനമായ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ദാരുശില്പങ്ങളും കുത്തുപണികളും നിറഞ്ഞ ഒരു ക്ഷേത്രം തന്നെയാണ്. ഏതാണ്ട് 1500-ൽ പരം വർഷങ്ങളുടെ പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. രേഖാമൂലമുള്ള അറിവാണ് പറയുന്നത്. ഇത് എന്താണേലും പഴമ മുഴുവൻ വിളിച്ചോതുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ചെറുവള്ളി ദേവി ക്ഷേത്രം. ശ്രീകോവിലിന് ഉള്ളിലേക്ക് കടക്കുന്നതിന് മുന്നേ കാണുന്ന ബലിക്കപ്പുരയാണിത്. ഇതിന് നേരെ മുകളിൽ അതിമനോഹരമായ രീതിയിലുള്ള കുത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിലെ ഉത്സവം അതിപ്രധാനമായ ഒരു ചടങ്ങാണ്. മീനമാസത്തിലെ പൂരനാളാണ് ദേവിയുടെ നാൾ. അന്നാണ് അതിപ്രധാനമായ ദിവസം. രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ കൊടിയേർക്കോടുകൂടി ഉത്സവം അവസാനിക്കുകയാണ്. ഈ ഉത്സവങ്ങളിൽ 4 ദിവസം ദേവിയുടെ അതിപ്രധാനമായ ഒരു ചടങ്ങ് നടക്കുന്നത് ജീവിത, അതായത് വാഹനം എഴുന്നള്ളിപ്പ് എന്ന ഒരു ചടങ്ങ് നടക്കാറുണ്ട്. 4 ഭാഗത്തെയും എതിരേൽപ്പുകൾ വന്നതിന് ശേഷം വാഹനം ഇവിടെ പൂജ ചെയ്ത് ദേവിയുടെ മൂലബിംബം ഈ വാഹനത്തിനുള്ളിൽ വെച്ച് കെട്ടി പൂജിച്ച് 21 തോഴിമാരുമായിട്ട് ആഹ്ലാദ നൃത്തമാടുന്ന ഒരു ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ്. ഈ ചാന്താട്ടം അതിപ്രധാനമായ വഴിപാടാണ് ചാന്താട്ടം. ഉദ്ദിഷ്ടകാര്യം സാധിച്ചു കഴിയുമ്പോൾ വഴിപാടുകൾ നേർന്ന് നടത്തുന്ന ഒരു ചടങ്ങാണ് ചാന്താട്ടം. ദേവിയുടെ ദാരുശില്പം, ഒറ്റത്തടി പ്രാന്തരിയിൽ തീർത്ത ശില്പമാണ് ഇവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. അത് തേക്കിൻ്റെ തടി വാറ്റി കെട്ടുന്ന കറ ആണ് ഈ ശില്പത്തിൽ ഒഴിക്കുന്നത്. അത് വളരെ ഭംഗിയായ രീതിയിൽ വഴിപാടുകൾ ഭക്തർ നടത്തിപ്പോരുന്നു. പിന്നെ ഉള്ള മെയിൻ വഴിപാടെന്ന് പറയുമ്പം കുങ്കുമാഭിഷേകം. പിന്നെ മറ്റുള്ള സാധാ ദേവീക്ഷേത്രങ്ങൾ നടത്തുന്ന വഴിപാടുകളെല്ലാം തന്നെ നടത്തിപ്പോരുന്നു. അങ്ങനെ ഒട്ടേറെ പുതുമകളും പ്രത്യേകതകളുമൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ് ചെറുവള്ളി ശ്രീദേവി ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിലെ അകത്തളങ്ങളിലെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്. ചെറുവള്ളി ദേവിക്ക് വഴിപാട് നടത്തുന്നത് പോലെ തന്നെ അതിനോട് ചേർന്നുള്ള ഉപദേവാലയ പ്രതിഷ്ഠയായ ജഡ്ജിയമ്മാവൻ കോവിൽ, അവിടെ വഴിപാടിനായി നിരവധി ആളുകളാണ് എത്തുന്നത്. പ്രധാനമായും ഈ കേസിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ എത്തി അവർക്ക് നീതിപൂർവമായ കാര്യങ്ങൾക്ക് കാര്യസിദ്ധി നേടിയിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പല ആളുകളും ഇവിടേക്ക് എത്തിച്ചേരുകയാണ്.
കോട്ടയം പൊൻകുന്നത്തിന് സമീപം ചെറുവള്ളി എന്ന സ്ഥലത്താണ്. പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.